ആ മണിക്കൂടെ പറയടാ. ആ ആ എടാ എടാ അത് നന്നായടാ. ആ എന്തായാലും ഒരു 10-15 വർഷത്തിന് ശേഷം നമ്മൾ കൂടുമല്ലേ. ആ എന്താ ആ അമ്മരൊക്കെ വരുന്നുണ്ടോ? ബോണ്ട വരും. ബോണ്ട. ആ ശരി 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 സെറ്റ് സെറ്റ്. എടാ ഇല്ലടാ ഞാൻ കൊണ്ടുവരാം. പൊതിച്ചോറല്ലേ? പൊതിച്ചോറ് അച്ചാറും. ആ പുളിച്ചിക്ക അച്ചാറ്. ആ കൊണ്ടുവരാടാ മണിക്കൂട്ടാ. ആ ഓ കസവുമുണ്ടോ? പിന്നെ ഇത് സെറ്റ് ചെയ്യാം. എല്ലാം ഉണ്ട്. ആ നമുക്ക് അടിച്ചു വിളിക്കാം. ആ ശരിയടാ ശരിയല്ലേ. ഓക്കെ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആ എനിക്കൊന്ന് സന്തോഷിച്ചൂടെ? സന്തോഷിക്കാൻ കാരണങ്ങളുണ്ടല്ലോ. എന്താ കാരണം എന്ന് ചോദിച്ചേ? എടി എന്താ എനിക്ക് സന്തോഷിക്കാൻ കാരണമുണ്ട്. ഞാൻ സന്തോഷിക്കുന്നു. നിനക്കെന്താ? ഞാനെ പറ്റിച്ചിട്ടൊന്നുമില്ല. നീ പറ്റിച്ചെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി. നീ പറ്റിച്ചെന്നാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരെയും പറ്റിച്ചെന്ന് ഉദ്ദേശിച്ചില്ലടാ. നീ കാര്യം എന്താന്ന് പറ. എടി നമ്മൾ പഠിച്ച കവലക്കുടി ഹൈസ്കൂളില്ലേ, അവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഞങ്ങളുടെ ബാച്ച് 10-15 വർഷത്തിന് ശേഷം. ആണല്ലേ? നിങ്ങളെ വല്ലച്ചാതിയാണ് ആ സ്കൂളിൽ നിന്ന് തല്ലി പുറത്താക്കിയത്. അപ്പൊ ഇനി എല്ലാം കൂടെ വലിഞ്ഞു കയറി അവരെ ബുദ്ധിമുട്ടിക്കാൻ അങ്ങോട്ടേ ഇല്ല. അത് കൊള്ളാം. എടി ഞങ്ങൾ നല്ല ഡീസന്റ് പിള്ളേർ. ഞങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അയ്യോ ഇല്ല. പിന്നെ ബസ് തടഞ്ഞു നിർത്തിയത് പോലീസുകാർ പിടിച്ചോണ്ട് പോയതൊക്കെ എന്തിനായിരുന്നു? ബസ്സുകാരനെ തല്ലി ഓർമ്മയുണ്ടോ? തടഞ്ഞു നിർത്തിയിട്ട് അല്ലിയ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടാണ് ബസ്സുകാരെ തല്ലിയത്. അല്ല വേറെ ഒന്നുമല്ല. എന്നിട്ട് അല്ലി വരുന്നുണ്ടോന്ന് മണിക്കൂട്ടൻ പറഞ്ഞു. ഓഹോ മണിക്കുട്ടനാണോ അപ്പൊ ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത്? മണിക്കൂട്ടനൊന്നല്ല, മണിക്കൂട്ടനുണ്ട്. പിന്നെ ബോണ്ട എഴുത്തച്ഛൻ. എടാ അന്ന് തൊട്ട് ഞാൻ ചോദിക്കണം വിചാരിച്ചു, ആ ചെറുക്കനെ എന്തിനാണ് ഈ എഴുത്തച്ഛൻ എന്ന് വിളിക്കുന്നത്? എന്തിനാ ചെറുക്കനെ എഴുത്തച്ഛൻ എന്ന് വിളിക്കുന്നത്? എന്റെ പേര് വേറെന്തോ അല്ലേ? അതിനൊരു കഥയുണ്ട്. ഇവനെ ഒരു ദിവസം ക്ലാസ്സിൽ വരത്തില്ല. വരുന്ന ദിവസങ്ങളെല്ലാം ലീവ് ലെറ്റർ എഴുതിക്കൊണ്ട് വരും. ഒരു ദിവസം ലീവ് ലെറ്ററിനകത്ത് അവന്റെ അച്ഛന്റെ കള്ളൊപ്പിട്ടുണ്ട് വന്നു. സാറ് പിടിച്ചിട്ട് നല്ല രീതിയിൽ കൈകിട്ടങ്ങ് അടിച്ചു കൊടുത്തു. അങ്ങനെ അന്ന് വീണ പേരാണ് എഴുത്തച്ഛൻ. നിന്നെ എന്താണോ പൊക്കാഞ്ഞ സാറ്? എന്റെ നല്ല മനസ്സോട് ഞാൻ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. ഓ മൈ ഗോഡ്. എന്തോ തപ്പുന്നത്? അതെല്ലാം കുഴച്ചു മറിച്ചിട്ട് എന്റെ അലമാരയല്ലേ, ഞാൻ തപ്പിക്കോട്ടെ. എനിക്കൊരു കസവുമുണ്ട് വേണം. കസവുമുണ്ടോ? ഗെറ്റ് ടുഗദറിന് പോകുമ്പോഴേ ഞങ്ങൾക്ക് ഡ്രസ് കോഡ് ഉണ്ട്. എന്ത് കസവുമുണ്ടോ? കസവുമുണ്ടാണോ ഡ്രസ് കോഡ്? കൊള്ളാം, നന്നായിരിക്കും. എല്ലാരും കൂടെ കസവുമുണ്ടൊക്കെ ഇട്ട്. ഇത് പണ്ടത്തെ തൊപ്പി ഞാൻ നോക്കിയപ്പോ കിട്ടിയതാ. അതിന്റെ ഡ്രസ് കോഡ് കസവുമുണ്ട് പോയത് കുഴപ്പമെന്താ? സൂപ്പർ ആയിരിക്കും. നിനക്ക് കഴിഞ്ഞ വർഷം അച്ഛമ്മ വാങ്ങിച്ചു തന്നുണ്ടല്ലോ കസവുമുണ്ട്. അച്ഛമ്മ വാങ്ങിച്ച അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണുന്നില്ലെന്ന്. അതെങ്ങനെ ഊരുതണ്ടി നടക്കുമല്ലോ? എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ട്? ഞാൻ ഊരേണ്ടി ഒന്നും നടന്ന് കൊണ്ട് കളഞ്ഞൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞേ, എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവുമെന്ന്. പോട്ടെ. എടി ഇത് നീ പണ്ട് ചാച്ചാജിയായിട്ട് സൂപ്പർ. നീ അളിയുടെ അടുത്ത് വന്നൊരു മുണ്ടി എടുത്തു തരൂ. അളിന്റെ ഒരു കസവുണ്ടി എടുത്തു തരൂ. അളിയന് കസവുമുണ്ടില്ല. അല്ല അളിയന്റെ കസവുമുണ്ട് കാണുന്നത് ചുമ്മാ അളിയന്റെ കസവുമുണ്ടൊക്കെ ഇല്ലായിരിക്കോ? അളിയന്റെ കസവുമുണ്ട് തരുന്നില്ലോ. താടി എന്തുകൊണ്ട് ഞാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘം 15 വർഷങ്ങൾക്ക് ശേഷം. ആ പൂർവ്വ വിദ്യാർത്ഥികളല്ലേ, അവരെ കാണാൻ പോകാൻ ഈ കൈരി തന്നെ ധാരാളം. കഷ്ടമുണ്ട്. ഒന്നാടി ഞാൻ ഒരു കുഴപ്പമില്ലാതെ തേച്ച് മിനിക്ക് നല്ല വടി പോലെ വസ്ത്രം നന്നാക്കി കൊണ്ടു കൊടുക്കാം. അങ്ങനെ ഇപ്പൊ കൊണ്ടു കൊടുക്കണ്ട. അളിയന്റെ വസ്ത്രം നന്നാക്കി വെക്കാൻ എനിക്കറിയാം കേട്ടോ. ഒന്ന് താടി ചേച്ചി, കഷ്ടമുണ്ട്. എടി ദൈവം അനുഗ്രഹിക്കടി നിന്നെ. എന്നെ അല്ലാതെ തന്നെ അനുഗ്രഹിച്ച് അങ്ങ് കൂട്ടിയിരിക്കാം. എടി ദൈവം നിന്റെ കൂടെ നിൽക്കും പ്ലീസ്. വലുതൊന്നും ഇല്ല ഇതിനകത്തൊന്നും. പരിപാടി അച്ഛനപ്പം വന്നു. അച്ഛൻ വന്നിട്ട് കുറെ കാലായി. നിന്റെ അമ്മയുടെ പെട്ടിക്കാ തപ്പുന്നത്? എന്താ വട്ടെടുക്കുന്നതെന്ന്? കട്ടെടുത്തു. ഞാനെന്താ വട്ടെടുത്ത്? നീ എന്തിനാ തുറന്നത്? പാട്. ഞാൻ അച്ഛമ്മയുടെ പെട്ടിയൊന്നും തുറന്നു. അത് ഉടനെ അച്ഛൻ മോശമാക്കിയോ? നീ അടുത്തുള്ള കാര്യം എന്താ? സത്യം പറടാ. കാര്യം എന്ന് വെച്ചാല് കാര്യം എനിക്ക് ഒരു കീറിയതാ. എനിക്കൊരു കസവുകൊണ്ട് വേണം. അപ്പൊ അത് തപ്പിയതാ. കസവുകൊണ്ടിനാണ് അമ്മയുടെ ആധാരം ഇരിക്കുന്ന പെട്ടിയൊക്കെ തപ്പുന്നത്. ചിലപ്പോ ഇതിനകത്തുണ്ടെങ്കിലോ കസവുമുണ്ട്. മക്കളെ സുമേഷേ, കൂടുതൽ ഉരുണ്ട് കളിക്കല്ലേ.
സത്യമായിട്ട് എനിക്കൊരു കസവുണ്ട് വേണം. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നിനക്കിപ്പോ എന്തിനാ ഒരു കസവുണ്ട്? അത് ഒരു പരിപാടിക്ക് ഇടാൻ വേണ്ടി. എന്താ പരിപാടി? ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷന് മുണ്ട് കൊടുക്കണമെങ്കിൽ നീ കാശ് കൊടുത്ത് കസവ് കൊണ്ട് വാങ്ങിക്കണം. ജോലി ഉണ്ടല്ലോ, ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. അച്ഛാ ഒരു 1/2 മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. അതിനുവേണ്ടി ആരെങ്കിലും കാശ് കൊടുത്ത് മുണ്ട് പിടിക്കും? അരമണിക്കൂറാലും 1 മണിക്കൂറാലും നീ നിനക്ക് മുണ്ട് വേണമെങ്കിൽ നീ കാശ് കൊടുത്ത് വാങ്ങിക്കണം കേട്ടാ. എന്നാ പിന്നെ ഒരു കാര്യം, അച്ഛൻ ഒരു മുണ്ട് അച്ഛൻ മുണ്ട് തന്ന മക്കൾ എടുത്തോണ്ട് പോയി. എന്താന്ന് അർത്ഥം അച്ഛൻ? എന്റെ മുണ്ടങ്ങാനും എടുത്താൽ നിന്റെ കൈ ഞാൻ ചാണകത്തിൽ മുക്കി വെക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ എന്തോന്ന് അർത്ഥം അച്ഛൻ പറഞ്ഞത്? പിന്നെ എന്തോന്ന് പറയണം? എടാ എന്റെ മുണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വില കൂടിയ കസവുണ്ടാ. അതൊന്നും നിനക്കെന്താ ശരി, നീ ചീത്താക്കൂടാ. ശരി ഒന്നും ആയിക്കോട്ടെ. ഏയ് ഇവിടെ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ സാധനങ്ങളെല്ലാം പെട്ടി മടക്കി അടുക്കി വെച്ച്. ഈ അങ്ങനല്ല, അത് ഇരുന്നത് പോലെ അളന്ന് അടുക്കി വെക്കാനാ പറഞ്ഞത്. തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ പറയാം. പിന്നെ രണ്ടെണ്ണം മടക്കി വെക്കാം. ഇതിന്ന് വല്ല സാധനം കളഞ്ഞു പോയാ പിന്നെ സ്വഭാവം മാറല്ലേ? ഇല്ല. ഒരു കള്ളത്തരം ഉണ്ടല്ലോടാ നിനക്ക്. ഒന്നും വെച്ചാൽ ഈ ഒരു തുണി ഇവിടെ എടുത്ത് വെച്ച് സെറ്റായി. ഇത്രയുള്ള സിമ്പിൾ പരിപാടിയാണ്. ഇതിങ്ങനെ എടുത്തിടുക, ലോക്ക് ചെയ്യുക, ലോക്ക് താക്കോല്. ഈ താക്കോലൊക്കെ നീ എങ്ങനെ ഒപ്പിച്ചു? താക്കോൽ എങ്ങനെ ഒപ്പിച്ചെന്ന്? താക്കോല് ഈ താക്കോൽ എവിടെ കിട്ടി എനക്ക്? താക്കോൽ എവിടെ കിട്ടി? അച്ഛമ്മേടെ അടിച്ചു പറ്റി ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത്. വേന്ദ്ര നീ കൊള്ളാമല്ലോടാ. അയ്യോ പേടിക്കണ, അച്ഛന്റെ പെട്ടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഉണ്ടോടാ? ഇല്ല, ചുമ്മാ പറഞ്ഞു. ഇനി മേലെ ഈ പരിസരത്തൊന്നും കണ്ടുപോരുത് കേട്ടാ. ഒരുത്തന്നെ വിശ്വസിക്കാൻ കൊള്ളൂല. ഏയ് കിടക്കനെ 2 ദിവസം ഞാൻ അവിടെ അല്ലെങ്കിൽ എന്റെ കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കൂലടാ നീയൊക്കെ. കൂട്ടും ചേട്ടാ, ഞാൻ പൂട്ടിക്കോളാം. ഒരു കസവുമുണ്ട്. അച്ഛമ്മ എന്നോട് ക്ഷമിക്കണേ. ഈ വെണ്ടയ്ക്കെല്ലാം അങ്ങ് മൂത്ത് പോയല്ലോ. നമ്മൾ ഈ മുണ്ടെടുത്തപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? പിന്നെ അല്ലാതെ. എടാ മുണ്ടല്ലേ പൗരുഷത്തിന്റെ അടയാളം. പൗരുഷം പൗരുഷല്ല, പൗരുഷം. നീ സിനിമയിലെ കാണാറില്ലേ, മറ്റേ മോഹൻലാല് മുണ്ടും മടക്കി മീശയും പിരിച്ച് കണ്ണാടിയൊക്കെ വെച്ചിരുന്ന? ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെ. ഇപ്പൊ ഇവിടെ ആർക്കാ ഇത്ര പൗരുഷം? എനിക്ക് ശംഭുചേട്ടനും. എന്നിട്ട് നിനക്ക് മീശയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ഇവിടെ മീശ ഉണ്ടല്ലോ. ആണോ? അതെനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. എന്റെ മീശ ഉണ്ടല്ലേ ഭയങ്കര കട്ടിക്കുക. പിന്നെ ഭയങ്കര കട്ടിയല്ലേ? നിന്റെ അച്ഛനെക്കാട്ടിലും അപ്പൂപ്പനെക്കാട്ടിലും ഒക്കെ കട്ടി കൂടുതലാ. അച്ഛമ്മ കളിയാക്കിയാണ്? കളിയാക്കിയതല്ലടാ, ശരിക്കും പറഞ്ഞാ. അമ്മൂമ്മേ, നമ്മൾ ഈ മുണ്ടെടുത്തപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നിങ്ങൾ കേറി വന്നപ്പോ ഞാനത് ഓർക്കുമായിരുന്നു. ഈ ഒരു ആംഗിളിൽ നിന്നെ കാണുമ്പം അസൽ മോഹൻലാല. എന്തോ മുണ്ടി എന്നെ കാണുമ്പോൾ അലന കണക്ക് തോന്നും. എന്നെയും. എന്നിട്ട് ആരാ നിങ്ങളെ മുണ്ടുടിപ്പിക്കാൻ പഠിപ്പിച്ചേ? അയ്യോ ആരും പഠിപ്പിച്ചില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് കൊടുത്തത്. ശരിക്കും? ഇനി അങ്ങോട്ട് മുണ്ടാക്കിയാലോ ഒരു ആലോചന ഉണ്ട്. അത് നല്ല ഐഡിയ. പക്ഷെ വല്ല ചാക്കിയറുടെ വല്ലതും വെച്ച് കെട്ടി വെച്ചോണം, അല്ലെങ്കിൽ ഇതെല്ലാം പറഞ്ഞു താഴെ കിടക്കും. ഇല്ല, ബെൽറ്റ് ഉണ്ട്, ബെൽറ്റ്. ശംഭുചേട്ടാ, അമ്പലത്തിൽ പോകുമ്പോഴേ കറക്റ്റ് പശുവ മുണ്ട് തന്നെ വേണ്ടേ? അയ്യോ പശുവല്ല, കസവ്. അവനത് പറയാൻ പോലും അറിയത്തില്ല. പിന്നെയാണോടാ നീ കസവ് മുണ്ട് കൊടുത്ത് അമ്പലത്തിൽ പോകാൻ പോകുന്നേ? കസവം. കസവ്. കസവ്. അച്ഛമ്മ, എനിക്കും കണ്ണനും ചിറ്റപ്പനും ഒരു കസവ് മുണ്ട് വാങ്ങിച്ചു തരൂ. ആർക്കൊക്കെയാ? എനിക്കും കണ്ണനും ചിറ്റപ്പനും. ഓ ഓ ഓ ഓ ഈ നാടകത്തിന്റെ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ആരാന്ന് എനിക്ക് മനസ്സിലായി. സുമേഷ് കുഞ്ഞുണ്ണി അല്ലേടാ? അയ്യോ അല്ല അച്ഛമ്മ, മുണ്ടെടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ. കള്ളം പറഞ്ഞ് നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. സുമയാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ല അമ്മൂമ്മ, അപ്പൂപ്പന്റെ കസവമുണ്ടേ സുമേഷ് അവൻ എടുത്തു കൊടുക്കോ? എടാ അപ്പൂപ്പൻ അതെല്ലാം അകത്ത് വെച്ച് പൂട്ടി വെച്ചിരിക്കുക. എനിക്കൊന്നും കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. അമ്മൂമ്മ പ്ലീസ് അമ്മൂമ്മ. പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ? കസവും കൊണ്ട് കണ്ണാ നമ്മൾ എന്ത് ശംഭുചേട്ടാ? ഇനിയിപ്പൊ എന്തോന്ന് ചെയ്യാൻ? ചിറ്റപ്പൻ പാന്റ് ഇട്ടുകൊണ്ട് പോട്ട്. പാന്റ് ഇട്ടോണ്ട് പോയാലേ സുമേഷ് അവന് കാണാൻ ഒരു ഭംഗി ഉണ്ടാവൂല. നിങ്ങൾക്ക് എന്താ സുമേനെ ഒരുക്കി വിടാൻ ഇത്ര താല്പര്യം? അച്ഛമ്മ, ചിറ്റപ്പൻ പഴയ കൂട്ടുകാരൊക്കെ കാണാൻ പോവല്ലേ, അപ്പൊ ഇത്തിരി ഭംഗിക്ക് കൊണ്ടെന്ന് വിചാരിച്ച്. എന്താ പഴയ കൂട്ടുകാരെ പാന്റ് ഇട്ടോണ്ട് പോയാ കാണാൻ പറ്റത്തില്ലേ? അങ്ങനെ അവനിപ്പോ മുണ്ടെടുത്തോണ്ട് പോകണ്ട, പാന്റ് ഇട്ടോണ്ട് പൊക്കോളും. ഇഷ്ടം പോലെ പാന്റ് ഉണ്ടോ അവനെ? ചെല്ല് അവനോട് ഒന്ന് പറ. അല്ല നമുക്കെങ്കിലും ഇത് 2 എണ്ണം വാങ്ങിച്ചു തരാൻ പറ്റൂ? നിങ്ങളുടെ കാര്യം ഞാൻ പിന്നെ നോക്കിക്കോളാം. സുമയോട് ഇപ്പൊ ചെന്ന് പറ പറ്റിയല്ലെന്ന്. നീ വാടാ. ഇനി ഇതും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഇല്ല. കണ്ടോ മുണ്ട് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ടല്ലേ 2 എണ്ണം വിട്ടിരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ അത് മേടിച്ചു കൊടുക്കാൻ പോണം. പിന്നെ
സത്യത്തിലാരും ഇതെന്താ ഡേയ് നീ പുളിഞ്ചിക്കെല്ലാം കൂടെ പറിച്ച് എവിടെ കൊണ്ടുപോണേ? എവിടെ കൊണ്ട് കളയാൻ പോണേ? കളയാൻ പോവല്ലേട്ടാ, ഇത് അച്ചാറാണല്ലോ. അച്ചാറിടാൻ? ആ എന്താന്ന് അച്ചാറ്? പുളിച്ചിക്ക് അച്ചാറ്. എന്തിന്? ഞങ്ങളുടെ സ്കൂളിലെ ഗെറ്റ് കുതിരുണ്ട്, അപ്പൊ അതിന് വേണ്ടി അച്ചാറിടാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. സ്കൂളിലെ ഗെറ്റ് വരുന്ന ആരെങ്കിലും അച്ചാറുണ്ടോ? പോടാ അവിടെ നിന്ന്. ആര് പറഞ്ഞു? എന്റെ പൊന്നേട്ടാ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ അച്ഛമ്മ നമുക്കൊരു അച്ചാറിട്ട് തരത്തില്ലായിരുന്നോ? ആ, അതുണ്ടാക്കാൻ വേണ്ടിട്ടാ. അതിപ്പോ അച്ഛമ്മ ഇവിടെ ഇല്ലല്ലോ. അച്ഛമ്മ ഇവിടെ ഇല്ലല്ലോ, പിന്നെ നീ ഇങ്ങനെ അച്ചാറുണ്ടാക്കും? അമ്മ ഉണ്ടാക്കി തരും. ഞാൻ കാര്യം പറയട്ടെ. എന്ത്? നീ അമ്മയടുത്ത് പറയല്ലേ? നീ അമ്മയടുത്ത് പറയല്ലേ? എന്ത് പറയല്ലേ? അച്ഛമ്മ ഉണ്ടാക്കണമല്ലെന്ന് അമ്മയ്ക്ക് അച്ചാറുണ്ടാക്കാൻ അറിഞ്ഞൂടാ. ആര് പറഞ്ഞ? അമ്മ സ്കൂളിൽ പോകാൻ നേരത്ത് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കി തരത്തില്ലായിരുന്നോ? അമ്മയാ? ആ, അത് അച്ഛമ്മ ഉണ്ടാക്കണ അച്ചാർ പോലെ ഇരുന്നാ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഞാൻ ഗെറ്റ് കുതിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും ഈ പുളിഞ്ചിക്ക് അച്ചാറിന്റെ കാര്യം പറഞ്ഞത്. ആര്? കൂട്ടുകാര്. അതാരൊക്കെ? ആരൊക്കെ? ഞാൻസി, ബിന്ദു, പിന്നെ കരിങ്ങാച്ചെറിയിൽ വരുന്ന മുടിയൊക്കെ പിന്നിട്ട് ഒരു പാട്ട് പാടുന്നൊരു കൊച്ചുണ്ടല്ലോ, അശ്വതി. ആ, അവളും പറഞ്ഞു. അതെ. ആ, ഇതുപോലെ ഒരു ഗെറ്റ് ടുഗദർ എനിക്കും വെക്കണം. ഗെറ്റ് കുതറോ? അതിന് ചേട്ടനോട് പഠിച്ചവരൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടോ? കാണും. എന്നാ വെച്ചോ. നീ ഇതെല്ലാം കൂടെ ശങ്കുണി വല്ലച്ചൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അച്ഛമ്മ അവിടെ ഉണ്ട്. അച്ഛമ്മ വെച്ച് തരും നല്ല അച്ചാർ, തേൻ വരിക്ക. ചേട്ടാ, ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ്. പറഞ്ഞ? ആ, ഇത് പിന്നെ നീ കൊണ്ട് ഉണ്ടാക്ക്. അമ്മ ഉണ്ടാക്കി നോക്കട്ടെ, എന്നിട്ട് നോക്കാമല്ലോ. ശരി. ആ, അച്ചാർ നല്ലതാണെങ്കിൽ എല്ലാം കൂടെ വാരി എടുത്തോണ്ട് പോവല്ലേ? ആ, അച്ചാർ നല്ലതാണെങ്കിൽ എല്ലാം കൂടെ വാരി എടുത്തോണ്ട് അങ്ങ് പോവല്ലോ. ആലോചിക്കുക, ഇതെന്ത് ബുക്കൊക്കെ ആയിട്ട്. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടൊരു മനസ്സിലായി. പ്രിയമുള്ളൊരാളാരോ ഉണക്കക്കമ്പ ഒടിച്ചു പാറി പറന്നു പൂങ്കുയിലൊന്നു പാറി പറന്നു. മടക്കി തുണി എവിടെയാ വെക്കണ്ട? മടക്കി തുണി എവിടെയാ വെക്കണ്ട അച്ഛന്റെ? അയ്യോ, ആരെങ്കിലും ഒക്കെ നോടി പറഞ്ഞേ, എന്റെ കൊച്ചിന് എന്തോന്നാ പറ്റിയേ? എന്ത് പറ്റി അച്ഛാ? എന്ത് പറ്റി? അല്ല, നീ സാധാരണ ഇങ്ങനെ മുണ്ടത്ത് മടക്കിക്കൊണ്ട് വരാറില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, കളിയാക്കണ്ട. അയ്യോ, കളിയാക്കിയതല്ല മോളെ. എന്റെ പൊന്നച്ഛ, ഈ തുണി മടക്കി വെക്കാൻ നാത്തു ഒന്നും ഇവിടെ ഇല്ല. മടക്കി വെച്ചില്ലെങ്കിൽ അമ്മ ഇവിടുന്ന് പച്ചവെള്ളം പോലും തരത്തില്ലെന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി, എന്തായാലും കൊണ്ടുവന്നല്ലോ. കൊള്ളാം. എല്ലാം നന്നായിട്ടൊക്കെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ. താങ്ക്സ്. അയ്യോടി മോളെ, ഇത് 2 മുണ്ടേ ഉള്ളൂ. അതിനകത്തില്ലേ? ഇനി ഒരു കസവ് മുണ്ട് കാണാനില്ല. ആ, എനിക്ക് സുമ എടുത്തിട്ടുണ്ടാവും. ആ, സുമ എടുത്തിട്ടുണ്ടെങ്കിലേ അവന്റെ കൈ ഞാൻ നേരത്തെ പറഞ്ഞു, അവന്റെ മുണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ചാണകത്തി മുക്കുന്ന്. ആ, അമ്മേനോട് പറയുന്നുണ്ടായിരുന്നു കസവ് കൊണ്ട് അച്ഛന്റെ എവിടെ കാണും ഇരിപ്പുണ്ടോന്ന്. അതവിടെ പറഞ്ഞോണ്ടിരിക്കുള്ളൂ. എടി, അന്നേ അവൻ ആ ഡെണ്ടിക്കലിന്റെ പെണ്ണിന് എന്റെ യൂണിഫോം ഇട്ട് ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ, അന്നേ ഞാൻ തീരുമാനിച്ചത് എന്റെ ഡ്രസ്സിന്റെ 7 അയലത്ത് പോലും അവനെ അടിപ്പിക്കരുത്. ആ, അത് തന്നെ വേണം. പിന്നെ നല്ല കൊടുക്കണം. ആ, പിന്നെ ഇതെന്തുവാ അച്ഛാ? അതൊന്നുമില്ല, എടുത്തേ. എന്തുവാ അത്? മറ്റേ വളം വാങ്ങിച്ചതിന്റെ കണക്കാ. വളത്തിന് പെൻഷൻ ഉണ്ടോ ഇപ്പം? വളത്തിന് പെൻഷൻ ഉണ്ടോ? നീ എഴുന്നേറ്റ് പോയേ. പറയാം. ഞാൻ വേണ്ട, നോക്കണ്ട. മോളെ കാണേണ്ട വിധത്തിൽ ഒന്ന് കാണാം. ഓ, കണ്ടോളാം. ഒരേ ഒരു മോളല്ലേ ഉള്ളൂ. അച്ഛന് ഏറ്റവും ഇഷ്ടം തന്നെയല്ലേ? അച്ഛന് ഏറ്റവും ഇഷ്ടം തന്നെ. ആലോചിക്കാം കേട്ടാ മക്കളെ. ചെല്ലേ അച്ഛൻ വന്നപ്പോ നമ്മളെ ഒന്നും വേണ്ട. തുണി മടക്കിയ സ്മരണയുണ്ട്. ഒരു ചെറിയ സമയം കിട്ടി അപ്പൊ ഓടി ഒന്ന് പരിശോധിച്ചോളും എല്ലാം കൂടെ. ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. എന്റെ മോനൊന്ന് നിന്നേ, ഇനി വന്നേ. ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറിന് അമ്മ ഉണ്ടാക്കുന്ന അച്ചാറിന് അത്രയും രുചിയില്ലെന്ന് നിന്നോടാരാടാ പറഞ്ഞേ? അത് ചുമ്മാ അറിയണത് നാക്കിൽ വെച്ച് നോക്കിയാ പോരെ. നാക്കിൽ വെച്ച് നോക്കിയാ പോരെ. അതിന് എന്റെ പുളിയച്ചാർ നീ എപ്പോഴാ കഴിച്ചിട്ടുള്ളത്? ശരിയാണ്, അമ്മ പുളിയച്ചാർ ഉണ്ടാക്കിയിട്ടില്ലല്ലേ? പുളിയച്ചാർ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഇത്. അതിന് നീ ഓർക്കണ്ടേ കഴിക്കുന്നതല്ലോ? അല്ലെങ്കിൽ ഉണ്ടാക്കി തരുന്നൊന്നും ഓർക്കുകയല്ലോ. ശരിയാണ്, അമ്മ പണ്ട് പുളിയച്ചാർ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലേ. എന്തോ ടേസ്റ്റ് ആയിരുന്നു അമ്മ. അത് പോടാ അവിടുന്ന്, ചുമ്മാ ഫേക്ക് കോംപ്ലിമെന്റ്സ്. സുമയോട് നീ എന്താണ് എന്റെ അച്ചാറിനെ പറ്റി പറഞ്ഞേ?
അവൻ എന്നോട് വന്ന് പറഞ്ഞു. ഇതാണ് ആ ചെറുക്കൻ്റെ കുഴപ്പം. എന്തെങ്കിലും തമാശയായിട്ട് പറഞ്ഞാൽ അപ്പം തന്നെ സീരിയസ് ആക്കിയിട്ട് അമ്മയടുത്ത് വന്ന് പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാകും. എൻ്റെ അച്ചാർ മോശം, അമ്മയുടെ അച്ചാർ ഏറ്റവും ബെസ്റ്റ്. ഇതാണോ നിന്റെ തമാശ? അമ്മ അവൻ്റെ സ്കൂളിലെ പിള്ളേർ നൊസ്റ്റു അടിച്ച് അച്ചാർ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛമ്മ ഉണ്ടാക്കിയ അച്ചാറെല്ലാം അന്ന് കൊണ്ടുപോയത്, അത് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്ത് കുഴപ്പം എന്ത്? നീ കൂടുതലൊന്നും പറയണ്ട. ഈടായിട്ട് നിനക്ക് അച്ഛമ്മയോട് ഇച്ചിരി സ്നേഹം കൂടുതലാ. അച്ഛമ്മ ചെയ്യുന്ന എല്ലാം വലിയ കാര്യം, ഞാൻ ചെയ്യുന്ന ഒന്നുമല്ല അല്ലടാ. എന്തോ നമ്മ, ഞാൻ ആരെയും വലുതും ചെറുതായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ടാണോടാ നീ ഞാൻ ഉണ്ടാക്കി തന്ന എണ്ണ തല തേക്കാതെ അച്ഛമ്മയുടെ എണ്ണ എല്ലാ ദിവസവും എടുത്ത് തേക്കുന്നേ? അമ്മ ഇപ്പോഴതൊക്കെ ആലോചിച്ചോ ചെയ്യണ? അമ്മ ഉണ്ടാക്കിയ എണ്ണയാണ് ഞാൻ ആദ്യം തേക്കണേ, പിന്നെ അച്ഛമ്മ ഉണ്ടാക്കിയ എണ്ണ തേക്കണോളൂ. ഒന്ന് പോടാ അവിടുന്ന്. അല്ലെങ്കിലും എനിക്കറിയാം നമ്മൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടാൽ ഒരു ക്രെഡിറ്റും ഇല്ല. എന്നാൽ വാർഡിനും സംക്രാന്തിക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചെയ്താൽ ഭയങ്കര ക്രെഡിറ്റ്. കംപ്ലൈന്റ് ഒന്നും പറയാതിരിക്കാവോ നിനക്ക്? ക്രെഡിറ്റ് ഒന്നും തന്നില്ലേലും. കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്നൊക്കെ വെറുതെ അച്ചാറ് അല്ല. എന്തോന്ന് ടേസ്റ്റ് അമ്മ ഇത്? അച്ഛമ്മ റെസിപ്പി പറഞ്ഞു തന്നല്ലേ? പോടാ. അച്ഛമ്മയ്ക്ക് മാത്രം ഈ ലോകത്ത് അച്ചാർ ഉണ്ടാക്കാൻ അറിയത്തില്ലോ. അച്ഛമ്മയുടെ റെസിപ്പി പോടാ അവിടുന്ന്. കൊണ്ടുവന്നിട്ട് ബുക്ക്. അച്ഛമ്മയുടെ റെസിപ്പി ആ ചെറുക്കനെ ഞാൻ നോക്കിയോ ചുമ്മാ? പോടാ അവിടുന്ന്. അച്ഛമ്മയ്ക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ഇവിടെ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയാൻ മേല. എടാ അതൊക്കെ സെറ്റാണ്. എടാ അച്ചാറൊക്കെ സെറ്റായിക്കൊണ്ട് വരാന്ന്, നീ ധൈര്യമായിട്ടിരി. അതൊന്നും കുഴപ്പമില്ല. എടാ പിന്നെ നമ്മുടെ ഗോമതി ടീച്ചറേയും സൂസൻ ടീച്ചറേയും ഒന്ന് വിളിച്ചേക്കണേ. അറിയാ അവരില്ലേടാ നമ്മളെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞേ. അപ്പോൾ അവരെ നമ്മൾ ആദരിക്കണ്ടേ? പൊന്നോട്ട് തന്നെ ആദരിക്കണം. ഓ ശരി ഓക്കെ ഓക്കെടാ. ചേട്ടാ ഇവിടെ നിൽക്കരുത്. ഞാൻ ചേട്ടൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? നോക്കിയാ നിന്നെ ഞാൻ നോക്കി കിടക്കായിരുന്നു. അതെന്ത്? എന്താണ് അമ്മ അടുത്ത് പോയി പറഞ്ഞേ? അമ്മയടുത്ത് ഞാൻ എന്തോ പറയാൻ? അമ്മയടുത്ത് ഞാൻ എന്തോ പറയാനെന്ന്? അച്ചാറുണ്ടാക്കണ കാര്യം അമ്മ അടുത്ത് പോയി പറഞ്ഞാ നീ? അമ്മ ഉണ്ടാക്കണ അച്ചാർ കൊള്ളുന്നു നീ പറഞ്ഞ? അത് പിന്നെ ചേട്ടൻ പറഞ്ഞില്ല അമ്മ ഉണ്ടാക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് അച്ഛമ്മ അച്ചാർ ഉണ്ടാക്കുന്നു. അമ്മ ഉണ്ടാക്കണ അച്ചാർ കൊള്ളുന്നാണോടാ? ഇപ്പൊ എന്താ പ്രശ്നം? എന്താണ് നീ പറഞ്ഞ? ഇപ്പൊ പ്രശ്നമായില്ലേ ഇപ്പൊ അമ്മയും ഞാനും കൂടെ? അയ്യോ അത് പിന്നെ ഞാൻ ചെന്ന അമ്മയടുത്ത് ഇങ്ങനെ ഒരു നോർമൽ രീതി പറഞ്ഞ അമ്മ അച്ഛമ്മ ഉണ്ടാക്കുന്നവരെ നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തെറ്റായി പോയോ? നീ പോ. അല്ല അമ്മയടുത്ത് ഞാൻ അത്രേ പറഞ്ഞോളൂ. അച്ഛമ്മ എന്നാലല്ലേ അമ്മ നന്നായിട്ട് എനിക്ക് അച്ചാറിട്ട് തരത്തുള്ളൂ. ഒരു കസവും കൊണ്ട് തരൂ. ഇത് തന്നാ മതി. അത് വേണ്ട, പിന്നെ ചുമ്മാ ഒരു കസവുമുണ്ട്. അത് എനിക്ക് വിളക്കിടാനുള്ള തിരുവഴി ഞാൻ തരില്ല. പോ നീ പൊടാ അവിടുന്ന്. എന്റെ വായിന്ന് വന്നാൽ കേൾക്കാതെ. ചേട്ടാ അത് വേണ്ട ചേട്ടാ. കസവ് കൊണ്ടിരുന്നതായിട്ട് എനിക്ക് മറ്റേ ഗെറ്റ് കുതിർന്ന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിട്ടാ. നീ ഗെറ്റ് ഇട്ടോണ്ട് പോണ്ട ഇപ്പം. ചേട്ടാ കഷ്ടമുണ്ട് ചേട്ടാ. പ്ലീസ് ചേട്ടാ ചേട്ടാ പ്ലീസ്. എന്റെ കബോർഡിന്റെ അകത്ത് ഞാൻ ഇട്ട പഴയ നിക്കറുണ്ടോ? അത് വേണമെങ്കിൽ എടുത്തോ. ചേട്ടാ തമാശ അറിയാം. അങ്ങോട്ട് ചേട്ടത്തി ഉണ്ടായിരുന്നു എനിക്ക് എടുത്തന്നെ. ചേട്ടത്തി ഉണ്ടെങ്കിൽ നീ ചേട്ടത്തി എടുത്ത് പോയി. ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് എടുത്ത് ചേട്ടാ. ചേട്ടാ ഒരു കസവുണ്ട് ചേട്ടാ പ്ലീസ് ചേട്ടാ. ചേട്ടാ നീ പോ. ചേട്ടാ ഗെറ്റ് കുതിർ ഇട്ടോണ്ട് ചേട്ടാ. കഷ്ടമുണ്ട് ചേട്ടാ. ഒരു കസവ് നീ എന്നാലും പോയി പറഞ്ഞു കൊടുത്തല്ലോ അമ്മ എടുത്ത്. ചേട്ടാ ഞാൻ അമ്മയടുത്ത് അങ്ങനെ പറഞ്ഞോളന്ന്. അച്ഛമ്മ ഉണ്ടാക്കുന്നവർ നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കണോ അല്ല ഞാൻ വേറെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നീ കൊള്ളാം കേട്ടാ. സത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു കസവുണ്ട് ചേട്ടാ ഒരു കസവുണ്ട് ചേട്ടാ. ഇതെടുത്ത് ഞാൻ അറിയാലോ, മുള്ളറിയാലോ. വേണ്ട. അച്ഛൻ ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഇരുന്നാണ്. എങ്ങനെയുണ്ട്? സുന്ദര കോമള പൂവാലനായിട്ടുണ്ടല്ലോ നീ. സെറ്റായില്ലേ? അടിപൊളിയായില്ലേ? നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മുടെ സ്കൂളിൽ നീ കോലം വെക്കേണ്ട കാര്യമില്ല. നീ അങ്ങോട്ട് ചെന്നാ മതി. ആണോ? അയ്യോ നല്ല തമാശ എന്നല്ല അടിച്ചത്. ഞാൻ പഴയ പൊടിമീശക്കാരനെല്ലാം തെളിയിക്കാനും പുതിയ കളികൾ പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഗെറ്റ് ടുഗദർ പോകുന്നത്. ആണോ? അതെ. ഈ വസ്ത്രാലങ്കാരം എവിടുന്ന് കിട്ടി? അമ്മച്ചി മേടിച്ചു. മേടിച്ചോ? മേടിച്ചു. കയ്യിലെന്തുവാടാ? കയ്യിലെന്തുവാ? സ്പെഷ്യൽ അച്ചാറ്. സ്പെഷ്യൽ അച്ചാറോ? പുളിഞ്ചിക്ക അച്ചാറ്. അമ്മയുടെ പുളിഞ്ചിക്ക അച്ചാറോ? എന്നിട്ട് എനിക്ക് വന്നില്ലല്ലോ അമ്മ. മൊത്തം ഇതിനകത്തുണ്ട്. അവിടെ ഒന്നും ഇല്ലേ? ഇല്ല.
എന്നോട് കളിക്കാം മകൾ എന്നതാ ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞേ കാണാൻ സുന്ദരനായിട്ട്. അതല്ലേ ഓ ഇതെനിക്ക് അവർക്ക് കൊടുത്തിട്ട് മാസ് കാണിക്കണം അവരുടെ മുമ്പിൽ. അയ്യോ ഉപ്പുണ്ടോന്ന് നോക്കിയില്ല. ഉപ്പ് കൊഞ്ഞ് നോക്കിയിട്ടാ വെച്ചത്. എടാ കുറച്ച് താടാ. തരത്തില്ല. എടാ ഉപ്പ് നോക്കാൻ കുറച്ച് ഒരു ഉപ്പ് നോക്കാൻ തരത്തില്ല. എടാ കുറച്ച് താടാ. തരത്തില്ല. ഞാൻ വേണേ നേരത്തെ കുറച്ച് കഴിച്ച് തേച്ച് നോക്കിയാണ് എന്നിട്ട് തരാം. വേണോ? കേട്ടത് ആ സ്കൂളിലെ ഗെറ്റ് ടുഗദറിനല്ലേ പോകുന്നത്? അതേ സ്വഭാവമാണല്ലോ. ആ സ്വഭാവം എന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. തരത്തില്ല. എടാ കുറച്ച് താടാ. കിളി എന്തൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ തരത്തില്ല. ഇത് വിട് അച്ചാർ വിട് കളി അച്ചാർ വിട് അച്ചാർ തറയണ ശരിയാവത്തില്ല. വിട് 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 അച്ചാർ വിട് അച്ചാർ വിട്. അതാ പറഞ്ഞത്. നീ വിട്. ഒരു സെക്കൻഡ് കണ്ണുണ്ടല്ലോ നീ പിടിച്ചാ അച്ചാർ വിട് അച്ചാർ വിട് അച്ചാർ വിട് അച്ചാർ വിട് നീ അച്ചാർ വിട. കഴിക്കണ്ട എങ്ങനെയുണ്ട് മക്കളെ? സൂപ്പർ. ഞാൻ അച്ചാറിന്റെ കാര്യം വെച്ചേ. അച്ചാറാ? അച്ചാറും കൊള്ളാം. കൊള്ളാം അല്ലേ? നിനക്കെന്ത് പറ്റി? അല്ല അച്ചാറിന്റെ നൊസ്റ്റാളജിയാ. നിനക്ക് എന്നാ പറ്റിയുടെ കണ്ണാ? ആ ശംഭുചന്റെ കണ്ണീര് കാരണേ എനിക്കും കരച്ചിൽ വരുന്നേ. കണ്ണീര് കാരണം കരച്ചിൽ വരുന്നോ? എന്തിനാ ഇങ്ങനെ കിടന്നോണ്ട് വീശുന്നേ? നല്ല അച്ചാറല്ലേ? നല്ലതാ. ഇത് ഈ ചിക്കനേക്കാളും ടേസ്റ്റ് അച്ചാറിന്. അച്ചാർ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. അച്ചാറാ? ആ കുറച്ച് വെള്ളം തരുമോ? വെള്ളമൊക്കെ തരാലോ. അതിന് അത്ര എരിവൊന്നും ഇല്ലല്ലോ കണ്ണാ. ഇല്ല ചെറുതായിട്ട്. എന്തുവാടാ ഇത്? അച്ചാറ് നിനക്കൊക്കെ തേച്ച് കുളിക്കാനാണോ ഞാനിവിടെ അച്ചാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ? ഞാനല്ല ഇവളാമ തയ്ച്ചത്. പിന്നെ ഞാനവിടെ കണ്ണിലും ഒക്കെ താക്കി തന്നു. ഞാൻ എങ്ങനെ കസവ് കൊണ്ടെടുത്തോണ്ട് പോകുമാ? നല്ലൊരു മുണ്ട് നശിപ്പിച്ചല്ലോ. ശിവേട്ടന്റെ കാവ്യമുണ്ടുണ്ട് അത് തരാം. എന്നാ നീ പോവണ്ട പിന്നെ. ഓ രണ്ടും കൂടെ എന്നതാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നശിപ്പിച്ചല്ലോടാ. അച്ഛൻ ഒരു കസവ് കൊണ്ടെടുത്തരും. ഇനി അച്ഛന്റെ കശവും കൊണ്ട് കൂടെ നശിപ്പിക്കാൻ. കസവല്ലമ്മ കസവ്. കസവ് എടുത്തരൂ. ഒന്ന് നോക്കട്ടെ. പെട്ടെന്ന് കുറച്ച് എനിക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് കുറച്ച് അച്ചാർ ഇട്ട് തരൂ. പോടാ അവിടുന്ന്. ചിറ്റപ്പോ ഒരു കാര്യം ചെയ്യ്. അപ്പച്ചയും കൂടെ അവിടെ കൊണ്ടുപോ. എന്നിട്ട് പറഞ്ഞ വഴിച്ചെടുത്തിട്ട് നക്കായി. വേണ്ട ഭയങ്കര എരി. ഭയങ്കര എരി. എനിക്ക് കണ്ണ് കാണുന്നില്ല. നിന്നോട് ഞാൻ ഒരു ഇത്തിരി ഉപ്പ് നോക്കാൻ ചോദിച്ചല്ലേ? അപ്പൊ നിനക്ക് തന്നിരുന്നെങ്കിലോ? പറഞ്ഞു കൊറേ കണ്ണിന് മൊത്തമായി. പക്ഷെ സുമേ അച്ചാറ് നല്ല സൂപ്പറായിരുന്നു. എന്റെ അടുത്ത് എന്റെ ദേഹത്താവും. ആണോ? ആ ബോധം മക്കൊണ്ടല്ലേ? അത് ബോധം മക്കൊണ്ടല്ലേ? ആ